ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരത്തെ ബിസ്മീറിന്റെ മരണത്തിൽ വിളപ്പിൽശാല ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന ആരോഗ്യവകുപ്പ്. അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം DMO ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറിയിരിക്കുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കാട്ടാക്കട DYSP RS അനുരൂപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദിൽ പാലോട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അതിൽ വീഴ്ചയില്ല എന്നാണോ ആരോഗ്യവകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? അതിൽ ആശുപത്രിക്ക് മുന്നിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന അയാളുടെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. ആശുപത്രിക്ക് വീഴ്ചയില്ല എന്ന് എങ്ങനെയാണ് അത് വിശദീകരിക്കുന്നത്? തിരുവനന്തപുരം DMO തലത്തിലാണ് ഈ അന്വേഷണം നടന്നിരിക്കുന്നത്. ജില്ലാതല വിജിലൻസ് ഓഫീസർ ഡോക്ടർ അനിൽകുമാറാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിന് ഒടുവിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ചികിത്സാ പിഴവ് വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. DMO തലത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ട് സ്വാഭാവികമായും മന്ത്രി നേരത്തെ തേടിയിരുന്നതാണ്. മന്ത്രിക്ക് കൈമാറും ഉടനെ തന്നെ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം, ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല, ചികിത്സ വൈകിയിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മിനിറ്റുകൾ മാത്രം, അതും 1-2 മിനിറ്റിൽ താഴെ മാത്രമാണ് രോഗിക്ക് കാത്തിരിക്കേണ്ടി വരുന്നത്. നിർബന്ധമായും ഗേറ്റ് അടച്ചിടേണ്ട ഒരു സാഹചര്യം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്ത്രീകളടക്കം ജോലി ചെയ്യുന്നിടത്ത് സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ആശുപത്രി അടച്ചിട്ടതെന്ന് നേരത്തെ തന്നെ വിശദീകരണം വന്നിരുന്നതാണ്. ഏതായാലും അങ്ങനെ ഒരു വിശദീകരണം വരുന്നു. ആവശ്യമുള്ള ചികിത്സ ചെയ്യാൻ കഴിയുന്ന ചികിത്സ നൽകിയതിനു ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചത് എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കുടുംബത്തിൻ്റെ ആരോപണമുണ്ടായിരുന്നു ഈ ആംബുലൻസിൽ ഓക്സിജൻ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഓക്സിജൻ സംവിധാനം ഉണ്ടായിരുന്നു. എല്ലാം തയ്യാറാക്കി തന്നെയാണ്, സജ്ജീകരിച്ച് തന്നെയാണ് ഈ രോഗിയെയും കുടുംബത്തെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചത് എന്നുകൂടി റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്ക് ഈ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണം എത്തിയിരിക്കുന്നു. അത് റിപ്പോർട്ടായി തിരുവനന്തപുരം DMO തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ശരി, അതിൽ ഞാൻ തിരിച്ചെത്താം. കാട്ടാക്കട DYSP RS അനുരൂപിന്റെ പ്രതികരണം കൂടിയുണ്ട്. ആ പ്രതികരണം കണ്ട ശേഷം അതിലേക്ക് വീണ്ടും. ഇത് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത് തന്നെയാണ്. കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും. അവരുടെ പരാതിയുടെ വസ്തുതകളെല്ലാം നോക്കും. അസ്വാഭാവിക മരണത്തിനുള്ള കേസാണ് ഇപ്പോൾ നിലവിൽ പോലീസ് എടുത്തിരിക്കുന്നത്. ഏതൊക്കെ രൂപത്തിലുള്ള അന്വേഷണങ്ങളുണ്ടോ? അവർ വലിയ ആരോപണങ്ങളാണല്ലോ പോലീസിലും പരാതി തന്നിരിക്കുന്നത്. DGPക്ക് ഇപ്പോൾ പരാതി കൊടുത്താൽ സ്വാഭാവികമായിട്ടും വരും. കൃത്യമായിട്ടുള്ള അന്വേഷിക്കും. എല്ലാ സാധ്യതകളും പരിശോധിക്കും. എല്ലാ സാധ്യതകളും പരിശോധിക്കും. ഈ വീഴ്ച ഉണ്ടായെന്നാണല്ലോ പറയുന്നത്. അപ്പം ആ രൂപത്തിലുള്ള CCTV പരിശോധന അടക്കമുള്ള എല്ലാ വസ്തുതകളും പരിശോധിക്കും. ഓക്കെ സാർ. വീണ്ടും അതിലിപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു. പക്ഷേ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ചികിത്സ വൈകി എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആ കുടുംബം അതിൽ പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. എത്ര വൈകിയാണ് സെക്യൂരിറ്റി തന്നെ അവിടേക്ക് എത്തുന്നതെന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കി കണ്ടതാണ്. ഇതേക്കുറിച്ച് എന്താണ് ആശുപത്രി നൽകുന്ന വിശദീകരണം? ഈ ആശുപത്രി നൽകുന്ന വിശദീകരണം അനുസരിച്ച് തൽക്കാലം അത് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഈ തൽക്കാലം ആ ആശുപത്രി തൽക്കാലം അടച്ചിടാതെ നിർവാഹമില്ല എന്നുള്ളതാണ്. പൂട്ടിയിട്ടിരുന്നില്ല, താൽക്കാലികമായി അടച്ചിടുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ ആര് ആശുപത്രിയിലേക്ക് വന്നാലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന സംവിധാനമുണ്ട്. സെക്യൂരിറ്റിയോ മറ്റു സംവിധാനമോ ഇല്ല. അവിടെ പുറത്തിറങ്ങി വന്നത് ആശുപത്രിയിലെ മറ്റൊരു ജീവനക്കാരനാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിശദീകരണമായി പുറത്തു വരുന്നത്. ഏതായാലും റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. ഇനി സ്വാഭാവികമായും പോലീസിൻ്റെ അന്വേഷണവും ഉണ്ടാവും. പോലീസിൻ്റെ DYSP കാട്ടാക്കട DYSP ആണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം എന്നുള്ളതാണ്. കാട്ടാക്കട DYSPയുടെ പ്രതികരണമാണ് റിപ്പോർട്ടിലൂടെ ഇപ്പോൾ വന്നത്. അന്വേഷണത്തോട്